Hello everyone, welcome to Disha Academy. നമ്മുടെ IBPS POയുടെ എക്സാമിന്റെ പാറ്റേണിൽ കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെയും റീസണിംഗിന്റെയും സെക്ഷൻസിലാണ് കൂടുതലായിട്ട് ചേഞ്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വെയിറ്റേജ് നോക്കുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലെ? അരിത്തമെറ്റിക് സെക്ഷനിൽ 10 മാർക്ക് ഉണ്ടായിരിക്കും, DI 15 മാർക്ക്, സ്പീഡ് മാത്സിന് 10 മാർക്ക്, അങ്ങനെ 35 മാർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതനുസരിച്ചായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ടാർഗറ്റ് വെച്ചിട്ട് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യായിരുന്നു. അതിൽ തന്നെ നമ്മൾ സ്പീഡ് മാത്സിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് നൽകി, അരിത്തമെറ്റിക് സെക്ഷൻസിന് കുറച്ച് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് പഠിച്ച്, അതുപോലെ DI മാക്സിമം സ്കോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പൊ ഈ പാറ്റേൺ ചേഞ്ച് നമ്മുടെ പ്രിപ്പറേഷനെ എങ്ങനത്തെ രീതിയിൽ നമ്മൾ മാറ്റണം, അതുപോലെ തന്നെ റീസണിങ്ങിനകത്തും ഒരു എക്സാം പാറ്റേണിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു റീസണിങ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, അതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സിലാണ്, അപ്പോൾ മാർക്ക് വെയിറ്റേജിന്റെ ഒക്കെ ഒരു അനാലിസിസ് ആണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. സോ എല്ലാവർക്കും വെൽക്കം. നമുക്കറിയാം IBPS POയുടെ ഡേറ്റ് 17th, 23rd and 24th August 2025 അതുപോലെ 12th ഒക്ടോബറിനാണ് നമുക്ക് അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. നമുക്ക് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് നോക്കാം. സാധാരണ IBPS PO ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും ഒരു എക്സാം പാറ്റേൺ, ഒരു ക്ലിയർ കട്ട് എക്സാം പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലർക്ക് നിൽക്കാൻ നിൽക്കട്ടെ, നമുക്ക് IBPS POയുടെ കാര്യം നോക്കാം. IBPS POയുടെ എക്സാം പാറ്റേണിൽ ഉണ്ടായ ആ ഒരു ചേഞ്ച് നമുക്ക് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, നോ ചേഞ്ച്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ്, കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിന്റെ എക്സാമിന് വന്നിരിക്കുന്നത്. 30 ക്വസ്റ്റ്യന്റെ ഇംഗ്ലീഷ് എക്സാം ഉള്ളത്. ഇംഗ്ലീഷിന്റെ എക്സാമിന് 30 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ 30 മാർക്സ് ആണ് ഇംഗ്ലീഷിന്റെ വെയിറ്റേജ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം 20 മിനിറ്റ്സ് ആണ്. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി കോണ്ടിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഉണ്ടായ മാറ്റം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒരു മാറ്റമില്ല. 35 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കുണ്ട്, പക്ഷേ 30 മാർക്സേ ഉള്ളൂ. അതെങ്ങനെയാണ്? ഇത്രയും നാൾ ഒരു ക്വസ്റ്റിന് ഒരു മാർക്കാണ് അല്ലെ? ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്നുള്ള ഒരു കണ്ടീഷൻ മാറുവാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസിന് അര മാർക്കേ ഉള്ളൂ. നമുക്ക് എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടൈമിന് മാറ്റമൊന്നുമില്ല. 20 മിനിറ്റ്സിലാണ് നിങ്ങൾ ഈ ഒരു 30 മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. നിങ്ങളുടെ മുന്നിൽ 35 ക്വസ്റ്റ്യൻസ് കാണും. അതായത് അര മാർക്കിന്റെ 1-2 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഒരു മാർക്ക് എങ്ങനെയൊക്കെയാ മാർക്ക് പോകുന്നത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? അര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്, അതുപോലെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് എല്ലാം ഒന്ന് അനാലിസിസ് നടത്താം. അതുപോലെ തന്നെ റീസണിങ്ങിൽ എന്ന് പറഞ്ഞാൽ മാർക്ക് കൂടുക ചെയ്തത് അല്ലെ? 35 ക്വസ്റ്റ്യൻസ്, 35 ക്വസ്റ്റിന് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വെച്ചിട്ടാണെങ്കിൽ 35 മാർക്സ് കിട്ടും. അപ്പൊ ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് 1.5 മാർക്സ് ഉണ്ട്. അപ്പൊ അതിനെ കൂടുതൽ മനസ്സിലാക്കി ചെയ്യണം. അത് എക്സാം എഴുതുന്ന ടൈമിൽ ആ മാർക്ക് വെയിറ്റേജ് നോക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ 20 മിനിറ്റ്സിൽ ഇംഗ്ലീഷ്, 20 മിനിറ്റ്സിൽ മാത്സ്, 20 മിനിറ്റ്സിൽ റീസണിങ്, അങ്ങനെ 60 മിനിറ്റ്സിൽ 1 hour 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ് ആണ് നമ്മുടെ IBPS POയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ. IBPS POയുടെ കാര്യമാണ് പറയുന്നത്. IBPS POയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ മെയിൻസിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വെയിറ്റേജ് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് SSCയുടെ RRBയുടെ ബാങ്കിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. SSC RRB ബാങ്കിന്റെ ഓഫ്ലൈൻ കോഴ്സസ് നമുക്ക് കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ ബ്രാഞ്ചുകളിലും ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ ടോപ്പിക് ബേസ് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ലാസ്റ്റ് 5 ഇയറിലെ ടോപ്പിക്സ് എടുത്ത് നോക്കുക അല്ലെ? ലാസ്റ്റ് 5 ഇയറിൽ എങ്ങനെയല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? 2019 വെയിറ്റേജ് എങ്ങനെയായിരുന്നു, 2020 ഒരു ടോപ്പിക്കിനുള്ള വെയിറ്റേജ് എന്തായിരുന്നു, 21 നമുക്ക് ഒന്നും നോക്കാവേ. 2019 തൊട്ടാണ് നമുക്ക് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. DI അല്ലെങ്കിൽ കേസ്ലെറ്റ് ഒക്കെ എത്രമാത്രം അങ്ങോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെന്ന് നോക്കി. DI അല്ലെങ്കിൽ കേസ്ലെറ്റ് 10 മാർക്കിനായിരുന്നു 2019 ചോദിക്കുന്നത്. 20 ആയപ്പോഴത്തേക്കും 2020 ആകുമ്പോഴത്തേക്കും 15 ക്വസ്റ്റ്യൻസ്, 21 11 to 20 ക്വസ്റ്റ്യൻസ് ആയി. വീണ്ടും 22 10 to 15 ക്വസ്റ്റ്യൻസ്, 10 to 15 ക്വസ്റ്റ്യൻ. 2024 10 മുതൽ 17 ക്വസ്റ്റ്യൻസ് വരെ, 17 മാർക്കിന് വരെ DI ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്പർ സീരീസിന്റെ കേസിലാണെങ്കിലും 5 ക്വസ്റ്റ്യൻ വരെ 0 to 5 എന്നത് ചിലപ്പം ചോദിക്കാം, ചിലപ്പം ചോദിക്കാതിരിക്കുക അല്ലെ? എന്നാൽ 2021 ആയപ്പോഴത്തേക്കും 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ. അതുപോലെ തന്നെ 2022 ആയപ്പോൾ 5 ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ നോക്കേ, 7 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ്, പിന്നെ 4 to 5 ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് വന്നിട്ട് ഓക്കെ, ആ ഒരു ഓർഡറിലാണ് നമ്മുടെ
മാർക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അരിത്തമെറ്റിക് സെക്ഷൻ ആണെങ്കിലും അരിത്തമെറ്റിക് സെക്ഷൻ ലാസ്റ്റ് വന്നപ്പോൾ 7 to 11 ആയിരുന്നു. അതുപോലെ സിംപ്ലിഫിക്കേഷനേക്കാൾ കൂടുതൽ അപ്രോക്സിമേഷൻ വെയിറ്റേജ് കൂടിയായിരുന്നു. ക്വാഡ്രാറ്റിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു, 0 to 5 വരെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു മാർക്കിന്റെ വെയിറ്റേജ്. നമുക്കൊരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് DI ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നപ്പോ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ അങ്ങനെയുള്ള സെറ്റിൽ നിന്ന് സ്പീഡ് മാത്സിൽ നിന്ന് നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സെക്ഷനിൽ നിന്നും 10 ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സെക്ഷനും അങ്ങനെയായിരുന്നു നമുക്ക് 35 മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. 35 മാർക്സ് 35 ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു. 15 DI, 10 സ്പീഡ് മാത്സ്, അരിത്തമെറ്റിക് സെക്ഷൻ 10 ആണ്. പക്ഷേ ഇപ്പൊ നമുക്കിപ്പം ഇത് വന്നിട്ടുണ്ട്, ഷെഡ്യൂളില് എക്സാം പാറ്റേണിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തന്നെ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ 100% കൺഫേം അല്ല, 100% ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് ഒരു അരമാർക്കിന്റെ ക്വസ്റ്റൻ ആക്കാൻ ചാൻസ് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷനോ ക്വാഡ്രാറ്റിക്കോ അങ്ങനെയുള്ള ഒരു ഏരിയ ആവാനാണ് പോസിബിലിറ്റി. സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷനോ നമ്പർ സീരീസോ അങ്ങനെയുള്ള സെക്ഷൻ ആവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ DI എല്ലാ പ്രാവശ്യവും പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 10 മുതൽ 15 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് DIയിൽ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസിലായിരിക്കും നമുക്ക് എന്താ വ്യത്യാസം വരുന്നത്, അരമാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, DI ഒരു 15 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അരിത്തമെറ്റിക്കിന്റെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 25 ക്വസ്റ്റ്യൻസ് ആയി, 25 ക്വസ്റ്റ്യൻസ് ആയി, 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക് അതുപോലെ കിട്ടും. ഇനി സിംപ്ലിഫിക്കേഷനകത്തുള്ള ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് അരമാർക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസിനകത്തായിരിക്കും ഹാഫ് മാർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ സിംപ്ലിഫിക്കേഷൻ പഠിക്കണം. സിംപ്ലിഫിക്കേഷൻ പഠിക്കേണ്ടതല്ല, കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് DIയും അരിത്തമെറ്റിക് സെക്ഷനും ആയിരിക്കണം. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ വേണം, മിസ്സിംഗ് നമ്പേഴ്സ്, റോങ് നമ്പേഴ്സ് വേണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വേണം. പക്ഷെ മാർക്ക് വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ, വെയിറ്റേജ് വെച്ച് പഠിക്കുന്നവർക്ക് ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ അരമാർക്ക് വെച്ച് ആകുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അരമാർക്കേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ 10 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യന് 5 മാർക്ക്, ബാക്കി 5 ക്വസ്റ്റ്യൻ അരമാർക്ക് വെച്ചിട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ 10 ക്വസ്റ്റ്യൻസിന് അരമാർക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം വരാൻ ചാൻസ്. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ്. അരമാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ്. അങ്ങനെ ഈ 10 ക്വസ്റ്റ്യൻ അരമാർക്കിന്റെ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കായിരിക്കും ആ ഒരു പോർഷനിൽ കിട്ടുന്നത്. 10 മാർക്ക് 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 5 മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മാർക്ക് വെയിറ്റേജ് എവിടെയാണെന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യനിൽ 5 മാർക്ക് സ്കോർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് DIയും അരിത്തമെറ്റിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റേത് അറ്റൻഡ് ചെയ്യേണ്ടതല്ല, 5 മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. സോ അതേസമയം റീസണിങ്ങിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. റീസണിങ്ങിന്റെ ചില ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം 1.5 മാർക്സ് വെച്ച് ആ ഒരു ക്വസ്റ്റ്യൻ കാണും. 35 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യണ്ടേ. അപ്പം അങ്ങനത്തെ രീതിയിലായിരിക്കും റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് റീസണിങ്. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും റീസണിങ്ങിന് കുറച്ചുകൂടെ ടൈം എടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക. കാരണം റീസണിങ്ങിന്റെ മാർക്ക് വെയിറ്റേജിൽ നല്ല മാറ്റമുണ്ട്. മാത്രമല്ല 1.5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ ആ ടൈമിലെ 20 മിനിറ്റ്സ് തന്നെ നമുക്കുള്ളൂ. ആ ടൈമിലെ ടെൻഷൻ ആവാതിരിക്കാൻ റീസണിങ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.